ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്ന പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ഹിൻ്റാണ് ഞാൻ അതിനകത്ത് പറഞ്ഞു പോരുന്നത്. പക്ഷെ അതിലൊരുപാട് പേര് വന്നിട്ട് കറക്ഷൻസ് ഒക്കെ എഴുതുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു ചോദ്യമാണ് ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലഘട്ടം. അതിനകത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മാസിഡോണിയ, അതുപോലെ തന്നെ അലക്സാണ്ടറിൻ്റെ ഗ്രീസിൻ്റെ സൈഡിൽ നിന്നുള്ള അധിനിവേശം. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈജിപ്റ്റ്, നിലവിൽ നിങ്ങൾ കാണുന്ന ഈജിപ്റ്റ് അവരൊരിക്കലും ഇസ്രായേലിനെ അടിമപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള കപ്പാസിറ്റി അവർക്കില്ല. പക്ഷേ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മാസിഡോണിയയിൽ ജനിച്ച 356 ജനിക്കുന്നത്, അതായത് ബിഫോർ കോമൺ എറ. അപ്പോൾ അലക്സാണ്ടർ ബൈ ബർത്ത് പുള്ളി ഒരു രാജാവിൻ്റെ മോനാണ്. ഫിലിപ്പ് ദ ടു എന്ന് പറഞ്ഞ രാജാവിൻ്റെ മോനാണ് അലക്സാണ്ടർ. എല്ലാവർക്കും അറിയാം അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ചരിത്രം മിക്ക ആൾക്കാരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഞാൻ അതിവിടെ ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അലക്സാണ്ടറിന് 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഫിലിപ്പ് രാജാവ്, രണ്ടാമനായിട്ടുള്ള ഫിലിപ്പ് രാജാവ് കൊല്ലപ്പെടുന്നത്. അസാസിനേഷൻ ആയിരുന്നു. അതിനെ തുടർന്ന് 20 വയസ്സിൽ പൊസിഷനിൽ വരേണ്ട സാഹചര്യമാണ് അലക്സാണ്ടറിന് ഉണ്ടാകുന്നത്. 338 അലക്സാണ്ടർ പുള്ളിയുടെ 20ാമത്തെ വയസ്സിൽ രാജാവാകുന്നത്. അതായത് പുള്ളിയുടെ ഫാദർ മരണപ്പെട്ട ആ പൊസിഷനിലേക്ക് വരികയാണ്. 338 രാജാവാകുന്നു. 323 മരിക്കുന്നു. ബാബിലോണിലാണ് മരിക്കുന്നത്. പിന്നെ ഈ ചരിത്രം നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ അവിടെ മെസബട്ടോമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബാബിലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മെസബട്ടോമിയ എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ ഇറാഖിൻ്റെ ഹാഫ് പോർഷൻ, അതിൽ നിന്നും ഇങ്ങോട്ട് ഈജിപ്റ്റ് വരെ കിടക്കുന്ന ആ സ്ഥലങ്ങളാണ് മെസബട്ടോമിയ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ബാബിലോൺ എന്ന് പറയുന്നത് പേർഷ്യ, ഇറാനാണ്. അതായത് ഇറാഖിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതിൻ്റെ അപ്പുറത്ത് ബാബിലോൺ. ഈ ബാബിലോണിൽ തന്നെ ശരിക്കും ബാബിലോൺ ഒഴിയെ പേർഷ്യനും ബാബിലോനും ചേർന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ പേർഷ്യ എന്ന് പറയുന്നതാണ് ഈ ഇന്നത്തെ ഇറാനിലെ ആ പാർസികൾ, അതുപോലെ പേർഷ്യൻസ് എന്നൊക്കെ വിളിക്കുന്നത്. അവിടെയാണ് സൈറസ് ദ കിങ് ഒക്കെ ഉണ്ടാകുന്നത്. പേർഷ്യൻ കിങ് ആണ്. പേർഷ്യൻ കിങ് ആണ് ഒരു പരിധിവരെ. പേർഷ്യൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ത്രൂ, അതേപോലെ തന്നെ ഈ മുഗൾ സാമ്രാജ്യമൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നതും ഈ പേർഷ്യൻ അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതേസമയം ഇവിടെ ബാബിലോൺ ഉണ്ടായിരുന്നു. ഈ ബാബിലോനും ശക്തമായ രീതിയിലുള്ള ഒരു ഡൈനാസ്റ്റി തന്നെയായിരുന്നു. ഇതാണ് നമ്മൾ ഈ ലാൻഡ് നാച്ചർ ആദ്യം മനസ്സിലാക്കിക്കോണം. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഫിലിപ്പ് ദ ടു എന്ന് പറഞ്ഞ ആ രാജാവിനെ കൊലപ്പെടുത്തിയ റിബൽ ഗ്രൂപ്പുകളെ അവിടെ അടിച്ചമർത്തുന്നുണ്ട്. 20 വയസ്സിൽ രാജാവാകുന്ന അലക്സാണ്ടർ. അപ്പോൾ അവിടെ തൊട്ട് തന്നെ അലക്സാണ്ടറിൻ്റെ പടയോട്ടം തുടങ്ങുകയാണ്. ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഇപ്പോഴും അലക്സാണ്ടറിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം അന്നത്തെ ഈജിപ്ഷ്യൻ കിങ്ങിനെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അലക്സാണ്ടർ പരാജയപ്പെടുത്തുന്നത്. ആ പരാജയപ്പെടുത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് അലക്സാൻഡ്രിയ. അപ്പോൾ ഈജിപ്തിൻ്റെ അവിടെ തൊട്ട്, അതായത് ഗ്രീസ് മുതൽ ഇൻഡസ് സിവിലൈസേഷൻ വരെ പാകിസ്ഥാൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിലോട്ട് എൻട്രി ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അത്രയും ഏരിയ ത്രൂ ഔട്ട്, അതായത് 5000 കിലോമീറ്റർ, 3500 മുതൽ 3600 മൈൽ, അത്രത്തോളം നീണ്ട ഒരു യാത്ര നടത്തി പടയോട്ടമായിരുന്നു. ഇത് ഇത്രയും അലക്സാണ്ടർ ചെയ്തു കൂട്ടിയത് വിതിൻ 12 ഇയേഴ്സിലാണ്, 12 വർഷത്തിനുള്ളിൽ. ഈ 12 വർഷത്തിനുള്ളിൽ ഇത്രയും സ്ഥലങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം തന്നെ ബിഫോർ കോമൺ എറ, അതായത് ബിഫോർ ക്രൈസ്റ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ബിഫോർ കോമൺ എറയിൽ നമ്മൾ വർഷം കണക്ക് കൂട്ടുന്നത് മൈനസിലാണ്. അതുകൊണ്ടാണ് 356 ജനനം, 338 രാജാവാകുന്നു, 323 ബാബിലോണിൽ മരണപ്പെടുന്നു. ഇതാണ് അലക്സാണ്ടറിൻ്റെ തേരോട്ടം. അപ്പം ഈ അലക്സാണ്ടറിൻ്റെ പടയോട്ടത്തിലാണ് ഇസ്രായേൽ ഈജിപ്തിൻ്റെ കീഴിൽ പോകുന്നത്. മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് ഈജിപ്ഷ്യൻസും സിറിയൻസും തമ്മിലൊരു അടി നടക്കുന്നുണ്ട്. അങ്ങനെ സാലൂക്യ എന്ന് പറഞ്ഞ ആ ഒരു ടീമുകളാണ് പിന്നെ സിറിയ ഭരിക്കുന്നത്. അപ്പോൾ സാലൂക്യ എന്ന് പറഞ്ഞ ആ ടീമിൻ്റെ കീഴിൽ പോകുന്നുണ്ട് ഇസ്രായേൽ വീണ്ടും. അപ്പം അങ്ങനെ കുറേ കാലം ഈജിപ്തിൻ്റെ കീഴിലും കുറേ കാലം സിറിയയുടെ കീഴിലും ഈ ഇസ്രായേൽ ഇരുന്നിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. വെറും 500 വർഷം മാത്രമാണ് അതായത് 4000 വർഷത്തെ ചരിത്രമുള്ള ഇസ്രായേൽ വെറും 500 വർഷത്തെ അവർ ഓൺ ഭരണം നടത്തിയത്. അവർ സ്വന്തമായിട്ട് സ്വയമേ അവരെ ഭരിച്ചിരുന്നത്, ജൂവിഷ് കമ്മ്യൂണിറ്റി അവരെ റൂൾ ചെയ്തിരുന്നത് വെറും 500 വർഷത്തിൽ താഴെ മാത്രമാണ്. ബാക്കിയുള്ള കാലയളവിലെല്ലാം തന്നെ അവർ അടിമകളായിരുന്നു.
അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ടതില്ല, കാരണം നമ്മൾ മെയിൻ വിഷയം അതായിരുന്നില്ല. നമ്മൾ അതിന് ആ വാർത്തയിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇവിടെ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് മെയ് 14, 1948 അപ്പോൾ അവിടെ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള പേര് പോലും അവിടെ നൽകിയിട്ടില്ലായിരുന്നു. അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റി പലപ്പോഴായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ അങ്ങിങ്ങുമായിട്ടൊക്കെ തുടരുകയാണ്. കാരണം ഇത് അവരുടെ മദർലാൻഡാണ്. പല ആൾക്കാരും പണ്ടേ ചിതറിപ്പോയിരുന്നു. 2 വട്ടം റോമൻസിൻ്റെ ഡിസ്ട്രക്ഷൻ ഇസ്രായേലിലുണ്ടായിരുന്നു. ആ 2 വട്ടവും ആദ്യത്തെ തവണ കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയിരുന്നു. 2ാമത്തെ വട്ടം മെജോറിറ്റി ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. വളരെ തുച്ഛമായ ആൾക്കാരാണ് ജെറുസലേമിനെ ചുറ്റിപ്പറ്റി, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന അന്നത്തെ കാനാൻ ദേശത്ത് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ അപ്പർ കനാൻ, ലോവർ കനാനൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഈ ജൂദയ സമരിയൊക്കെ വരുന്നത്. അവിടെ ജൂദയ സമരിയ മാത്രമല്ല, ഗലീലയ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാർ മെയ് 14, 1948 ഞങ്ങൾ സ്ഥലം വിടും എന്ന് പറഞ്ഞു. അന്ന് ബ്രിട്ടീഷ് അവരുടെ കൈവശം വെച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, 1 by 1 ആയിട്ട്. 47 തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിക്കും 45 തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബാക്കിയുള്ള 2 വർഷം ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ടൈം ലൈൻ ആയിരുന്നു. അപ്പം അങ്ങനെ പാകിസ്ഥാൻ ഉണ്ടാകുന്നു. അങ്ങനെ 48 ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അപ്പം അങ്ങനെ നിരവധി രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ ഒരു ഏരിയ, ഇതൊരു തലവേദന പിടിച്ച ഏരിയയാണ് ബ്രിട്ടന്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടൻ ഇതിൽ നിന്ന് നൈസായിട്ട് ഊരാനാണ് തീരുമാനിച്ചത്. കാരണം ഈ ബ്രിട്ടൻ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ, ഇവർക്ക് 2 പേർക്കും അറബ് രാജ്യങ്ങളോടാണ് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ, ഓയിൽ, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. ബ്രിട്ടീഷുകാരും അറബ്സിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അതുവരെ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവിടെ ഒരു രാജ്യമായിട്ട് അതിനെ ഭരിക്കുന്നില്ല, അവിടെ ബ്രിട്ടീഷാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രിട്ടൻ പോകുന്ന സാഹചര്യത്തിൽ അവിടെ അറബ്സിന് ഡോമിനേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ലോക്കലായിട്ടൊരു സർവേ അവിടെ എടുക്കുകയാണ്. ആ സർവേയിൽ ഏതാണ്ട് 8 ലക്ഷം ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവിടെയുണ്ട്, അതേപോലെ 10 ലക്ഷം അറബ് അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് 2ആയിട്ട് തിരിക്കാൻ തീരുമാനിച്ച സമയത്ത് ഈ ജൂവിഷിന് വേണ്ടിയിട്ടൊരു സ്ഥലം ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നേരിട്ട പ്രതിസന്ധി വേറെ ഒന്നുമില്ല. അവർ നേരിട്ട പ്രതിസന്ധി 1917 ശേഷം ഈ ഏരിയയിൽ, അതായത് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഇരിക്കുന്ന ഏരിയയിൽ നിരവധി സ്ഥലങ്ങൾ അറബ്സിൻ്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇസ്രായേലികൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അങ്ങനെ കൂടിച്ചേർന്ന് താമസിക്കുന്ന രീതിയിലല്ല താമസിക്കുന്നത്. അവിടെ ശരിക്കും അവരുടെ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അറബ്സും ജ്യൂസും ക്രിസ്ത്യൻസൊക്കെ മിങ്കിളായി താമസിക്കുകയാണ്. അവിടെ ക്രിസ്ത്യൻസിൻ്റെ സ്ട്രെങ്ത് അവിടെ വളരെ കുറവായിരുന്നു. അറബ്സും ജ്യൂസുമാണ് ഇങ്ങനെ ഇടകലർന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു തലവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞിട്ട് ജോർദാനെ ഒരു അറബ് സ്റ്റേറ്റ് എന്നുള്ള നിലയിലും അതിന് ഇപ്പുറത്ത് കിടക്കുന്നത് ഇസ്രായേലിന് ജൂവിഷ് സ്റ്റേറ്റ് എന്നുള്ള നിലയിലുമാണ് അവർ പ്രഖ്യാപിച്ചത്. അവർ പ്രഖ്യാപിച്ചിട്ട് അവർ സ്ഥലം വിട്ടു. ഇപ്പം നാളെ മെയ് 14, 1948 കരുതിക്കൂ. ഇന്ന് രാത്രി ഒരു അവസ്ഥയുണ്ട്, അതായത് ഇന്ന് ബ്രിട്ടീഷ് ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നറിയില്ല. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. അതായത് ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയമേ ഈ ബ്രിട്ടീഷുകാർ കൊടുത്ത ആ സ്ഥലത്തിൻ്റെ ബോർഡർ, അതിർത്തി സുരക്ഷിതമാക്കേണ്ടതിൻ്റെ അത്യാവശ്യ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അവർക്ക് ആർമിയില്ല, അവരുടെ കയ്യിൽ പടക്കോപ്പുകളില്ല, ഇതേപോലത്തെ യുദ്ധവിമാനങ്ങളില്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേസമയം ഇപ്പുറത്ത് അറബ് രാജ്യങ്ങൾ, അപ്പോൾ അതായത് നാളെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടാവും, അതിനെതിരെ നമ്മൾ പടപൊരുതണം അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് ഒരു കൂട്ടം അറബ് രാജ്യങ്ങൾ നിൽക്കുകയാണ്. ഈജിപ്റ്റ്, ജോർദാൻ, ഇറാഖ്, ലെബനാൻ, സൗദി അറേബ്യ, സിറിയ, യമൻ, ഈ 7 രാജ്യങ്ങളുമാണ്. ഇവരപ്പം തന്നെ ഒരു ടീം ഫോം ചെയ്യാണ്. ഇവർ ഫോം ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ അറബ് ലീഗ്. ഇസ്രായേലിനെതിരെ ഉണ്ടാക്കുന്നതാണ് ഈ അറബ് ലീഗ്. അറബ് ലീഗ് ഉണ്ടാക്കണം എന്നുള്ള ചർച്ച 45 മുതലേ തുടങ്ങിയിരുന്നു. ജൂവിഷ് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അറബ് ലീഗ് ഫോം ചെയ്ത് അവരെ അടിച്ച് തുരത്തണം, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാടിൽ അടിയുറച്ചെടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ് അറബ് ലീഗ്. ഇപ്പോൾ അവർ അറബ് ലീഗിനെ പല രീതിയിലും അവർ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് 7 രാജ്യങ്ങളാണ് അറബ് ലീഗിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 22 രാജ്യങ്ങളുണ്ട് അറബ് ലീഗിൽ. നോൺ അറബ് രാജ്യങ്ങളിൽ തന്നെ 11 രാജ്യങ്ങൾ ഇതുവരെ ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല, രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അറബ് ലീഗിലുള്ള രാജ്യങ്ങൾ തന്നെ 15ഓളം രാജ്യങ്ങൾ ഇതുവരെ ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ എംബസിയോ കൗൺസിലേറ്റോ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 15+11 രാജ്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രസൻസ് ഇല്ല. ഇപ്പൊ ബ്രിട്ടീഷുകാർ കൊടുത്ത ചാർട്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്പർ 1 ജൂവിഷ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്
യഹൂദർക്ക് ഇതുവരെ ഒരു രാജ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാവണം, നമ്പർ 1. രണ്ടാമത് അറബ് ഓൺലി പാലസ്തീൻ, അതാണ് ഈ ജോർദാൻ്റെ സൈഡിൽ ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ പലർക്കും ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വെസ്റ്റ് ബാങ്കും ഗാസയും എങ്ങനെ വന്നു എന്നുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അത് ഈ വെസ്റ്റ് ബാങ്കും ഗാസയും അപ്പോൾ ഉണ്ടായതല്ല, അത് പിന്നീട് ഉണ്ടായതാണ്. ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഈ ബ്രിട്ടീഷിന്റെ ഭരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 മതങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ജെറുസലേം. അപ്പോൾ അതുകൊണ്ട് ജെറുസലേമിനെ ഇന്റർനാഷണൽ സോണായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു 3 കാറ്റഗറി ആയിട്ടാണ് ബ്രിട്ടീഷ് അവിടെ ഇതിനെ മാൻഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെ UN പറഞ്ഞിട്ട് UN ആണ് ഈ മാൻഡേറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1917 മുതലേ തകൃതിയായിട്ട് ഇവിടെ കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷിന്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റങ്ങൾ നടന്നിരുന്നത്. അവിടെ എല്ലാം തന്നെ യഹൂദർ വരുന്നു, പണം കൊടുക്കുന്നു, സ്ഥലം വാങ്ങിക്കുന്നു. കാരണം ഇവിടെ ഈ അറബ്സ് പൈസയ്ക്ക് വേണ്ടി ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വിൽക്കുന്നു. അങ്ങനെ ഇവർ വിറ്റൊഴിവാക്കിയ സ്ഥലത്തിനാണ് ഇപ്പം ഫ്രീ പാലസ്തീൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ പൈസയും വാങ്ങി ഇവരുടെ സ്ഥലം വിറ്റ്, എന്നിട്ടിപ്പം സ്ഥലം വാങ്ങിയവനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻ, അതാണ് ശരിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലം വിറ്റ് കഴിഞ്ഞു, പിന്നെ എന്ത് അവകാശമാണ് നിങ്ങൾക്ക് അതിനകത്തുള്ളത്? പിന്നെ വാങ്ങിയവനാണല്ലോ ഇതിൻ്റെ അവകാശമുള്ളത്. ക്രയവിക്രയം നടത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ മെയ് 14, 1948 ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകൃതമാകുന്നു. മെയ് 15-ാം തീയതി യുദ്ധപ്രഖ്യാപനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് സ്റ്റേറ്റ് പിറന്ന് വീണതേ ഉള്ളൂ, അപ്പോഴേക്ക് യുദ്ധം. നോ എയർക്രാഫ്റ്റ്, നോ പാർലമെൻറ്റ്, നോ സ്ട്രക്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് പല പല വിഭാഗങ്ങളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. നോ ആർമി. ഇസ്രായേലിലുള്ള എല്ലാ ആണുങ്ങളും അതോടൊപ്പം കുറച്ച് സ്ത്രീകളും തന്നെ ആർമിയായി മാറി. പ്രാഥമികമായിട്ട് ഇവർക്ക് കൊടുത്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ബോർഡർ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ബ്രിട്ടീഷ് നമുക്ക് തന്നിരുന്ന ബോർഡർ സെക്യൂർ ചെയ്യുക. കാരണം 2000 വർഷങ്ങൾക്ക് ശേഷം, അതായത് റോമൻ എംപററിൻ്റെ ഡിസ്ട്രക്ഷന് ശേഷം ഇസ്രായേലിന് കിട്ടുന്ന ഒരു അവസരമാണ്. അതായത് അവരുടെ സ്വന്തം ലാൻഡിൽ അവർക്ക് ഒരു രാജ്യം നിർമ്മിക്കാനുള്ള പെർമിഷൻ, അതാണ് അവർക്ക് കിട്ടിയത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കണ്ടുകൊണ്ട് അന്ന് ഡേവിഡ് ബെൻഗുറിയൻ്റെ നേതൃത്വത്തിൽ ഈ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ രൂപീകൃതമാകുന്നത്. അപ്പം തന്നെ പേരിന് കൺഫ്യൂഷൻ ആയിരുന്നു. പേരിന് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേവിഡ് ബെൻഗുറിയൻ തീരുമാനിക്കുന്നത് ജൂവിഷ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് എന്ന് ഇതിനെ വെക്കണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പേര് വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് തന്നെ വെക്കാം എന്നുള്ള തീരുമാനം അപ്പോഴാണ് ഉണ്ടാകുന്നത് ആ സ്പോട്ടിൽ. അങ്ങനെ ആ മെയ് 14 തന്നെ അമേരിക്ക ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ റഷ്യ ആദ്യമേ അംഗീകരിക്കുന്നുണ്ട്. അമേരിക്ക ശരിക്കും ഇൻഡിപെൻഡൻറ്റ് ജൂവിഷ് സ്റ്റേറ്റ് എന്നാണ് അവർ കംപ്ലീറ്റ് ലെറ്റർ പാഡ്, അന്ന് ടൈപ്പിംഗ് ആണ്, സ്റ്റെനോ ടൈപ്പിംഗ് ആണ്. അപ്പം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ജൂവിഷ് സ്റ്റേറ്റിനെ അമേരിക്ക അംഗീകരിക്കുന്നതായിട്ടാണ് അവർ അന്ന് പത്രത്തിൽ കൊടുത്തിരുന്നത്. അതുപോലെ അമേരിക്കയിൽ നിന്നും എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാകുന്നുണ്ട്. ആ ഓർഡറിൽ അവർ സൈൻ ചെയ്യുന്നുണ്ട്. ആ സൈൻ ചെയ്യുന്ന സമയത്താണ് അതിലൊരു കറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. ആ കറക്ഷനിൽ പ്രസിഡന്റ് പേന കൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് വെട്ടി മാറ്റിയിട്ട് അതിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ പേര് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. കാരണം അവിടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട്, മിസ്റ്റർ പ്രസിഡന്റ്, ജൂവിഷ് സ്റ്റേറ്റിൻ്റെ പേര് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നാണ്, അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് ജൂവിഷ് സ്റ്റേറ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് കറക്ഷൻ ഉണ്ടാകുന്നത്. 1949 ശേഷമാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കുന്നത്. അതുവരെ റഷ്യയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. ജനിച്ച് വീണ പിറ്റേന്ന് തന്നെ യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ രൂപീകരിച്ച ആ ടീമാണ് ഇപ്പം നമ്മൾ പരക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ്. ഇസ്രായേലിനെതിരെ ഇറാൻ എപ്പോഴും പറയുന്ന സയനിസ്റ്റ് റെജീം. ഈ സയൺ എന്ന് പറയുന്നത്, സിയോൺ എന്ന് പറഞ്ഞ സ്ഥലം ജെറുസലേമിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ പണ്ട് തൊട്ടേ റോമൻ എംപറർ വന്നിട്ട് ജൂവിഷ് കമ്മ്യൂണിറ്റിയെ അവിടെ നിന്ന് ഡിസ്ട്രോയ് ചെയ്ത് ഓടിച്ച സമയത്തും ഈ സയോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് ഇവരുടെ റൂട്ട് കോസ്. ഈ ലോകമെമ്പാടും ചിതറിക്കിടന്ന ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി വീണ്ടും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവാൻ കാരണമായി തീർന്നത് ഇങ്ങനെ അവിടെ അവശേഷിച്ചിരുന്ന കുറേ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. അവരെയാണ് ഇവർ പാരമ്പര്യമായിട്ട് ഇവരുടെ ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ അടയാളമായിട്ട് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് സയനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പ്രസ്ഥാനം തുടങ്ങുന്നത്. ആ സയനിസ്റ്റ് പ്രസ്ഥാനമാണ് ആദ്യം ഈ അറബുകളെ എതിർത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇപ്പം ഈ സയനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15th മോർണിംഗ് യുദ്ധം തുടങ്ങുമെന്ന് സൂചന കിട്ടിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ 14-ാം തീയതി തന്നെ ഡേവിഡ് ബെൻഗുറിയൻ പോളണ്ടിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറി വന്ന വ്യക്തിയാണ്. ബെൻഗുറിയൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഗോൾഡ മേയറിനെ ജോർദാനിലേക്ക് അയക്കുകയാണ്, ജോർദാൻ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അന്നത്തെ ജോർദാൻ രാജാവ് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു അറബ് ലീഗ് ഉണ്ട്, അറബ് ലീഗ് പറയുന്നതേ ഞങ്ങൾക്ക് ഒബേ ചെയ്യാൻ പറ്റും എന്നുള്ള മറുപടിയാണ് ഗോൾഡ മേയർക്ക്
ജോർദാനിൻ്റെ രാജാവ് കൊടുക്കുന്ന മറുപടി. അപ്പോൾ ഈ ഗോൾഡ മേയർ ജോർദാനിലേക്ക് യാത്ര നടത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചോദിക്കുകയാണ്, എസ്കോർട്ടിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷൻ. ബ്രിട്ടീഷ് കൊടുത്തില്ല. ഗോൾഡ മേയർ ഒറ്റയ്ക്ക് തന്നെ പോയി. ഇതാണ് ചരിത്രം. ഇത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിൻ്റെ ഡെമോഗ്രഫിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.